യെസ്, എവിടെ എത്തി നിൽക്കുന്നു? വിശ്വരൂപ ദർശന യോഗം അല്ല, രണ്ട് ശ്ലോകങ്ങൾ. രണ്ടാമത്തെ ശ്ലോകം ഏതോ തുടങ്ങി വെച്ചു അല്ല, വിശ്വരൂപ ദർശന യോഗം. അപ്പൊ അതില് അർജുനൻ പറഞ്ഞു, അങ്ങയുടെ തത്വം അല്ലെ, അങ്ങ് പറഞ്ഞ ആ തത്വം ശ്രവിച്ചതുകൊണ്ട് എന്റെ ഉള്ളിലെ മോഹങ്ങളെല്ലാം നീങ്ങിപ്പോയിരിക്കുന്നു. ഇത് മാത്രമല്ല, അടുത്തത് അങ്ങയിൽ നിന്ന് തന്നെ ഈ പ്രപഞ്ച ഘടകങ്ങളുടെ ഉൽപ്പത്തി, അതുണ്ടാവുന്നതും അത് തിരിച്ച് ലയിച്ചു തരുന്നതും ഒക്കെ അങ്ങയിൽ നിന്ന് തന്നെ കേട്ടു കഴിഞ്ഞു. അപ്പൊ ഇനി അങ്ങയുടെ ആ നിത്യമുക്തമായ ഒന്ന് മാത്രം അദ്വയമായിരിക്കുന്ന സ്ഥിതിയും ഞാൻ കേട്ടു എന്ന് പറഞ്ഞാൽ സിദ്ധാന്തപരമായിട്ട് എനിക്ക് വസ്തുബോധം വന്നു കഴിഞ്ഞു എന്ന് അർജുനൻ പറയാണ്. ബുദ്ധിയുടെ തലത്തിൽ എനിക്ക് സത്യം എന്താന്നുള്ളത് മനസ്സിലായി എന്ന് പറയാണ്. അപ്പൊ ഇനി തുടർന്ന് അർജുനൻ ചോദിക്കുന്നത് ഇതാണ്, ഇത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായല്ലോ, അപ്പൊ അതുകൊണ്ട് ഇനി പരമാത്മാവില് ഈ പ്രകൃതിയുടെ ഈ ആവർത്തിച്ചുള്ള പ്രവർത്തനങ്ങൾ കുറച്ചെങ്കിലും, പൂർണ്ണമായിട്ടില്ലെങ്കിലും കുറച്ചല്ലെങ്കിലും എനിക്കൊന്ന് നേരിട്ട് അനുഭവിക്കാൻ പറ്റുമോ എന്നാണ് അർജുനന്റെ അടുത്ത ചോദ്യം. അതാണ്. അപ്പൊ മൂന്നാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ, അൺമ്യൂട്ട് ചെയ്തിട്ട്. ഏവമേതദ്യഥാ തത്വം ആത്മാനം പരമേശ്വര ദൃഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വര്യം പുരുഷോത്തമ. അർജുനൻ ചോദിക്കുന്നു, അടുത്ത ചോദ്യം ചോദിക്കുന്നു, ഏവമേതത് യഥാർത്ഥ ത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ. അർജുനൻ ഭഗവാനോട് പറയാണ്, ഹേ പരമേശ്വര. പരമേശ്വര എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാനെ. ത്വം എന്ന് പറഞ്ഞാൽ അങ്ങ്, ആത്മാനം ആത്മാവിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ തന്നെ കുറിച്ച്, യഥാ അഥ എന്താണോ പറഞ്ഞത്, ഏതദേവം അതങ്ങനെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയണം. അങ്ങ് ആത്മാവിനെ കുറിച്ച് എന്താണോ പറഞ്ഞത്, തന്നെ കുറിച്ച് എന്താണോ പറഞ്ഞത്, അത് പൂർണ്ണമായും ഞാൻ അതേപോലെ അംഗീകരിക്കുന്നു. ഭഗവാനെ, പുരുഷോത്തമ ഭഗവാനെ. പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിനെ ഉള്ളിലും പുറത്തും പൊതിഞ്ഞു നിൽക്കുന്ന ഭഗവാനെ, അങ്ങയുടെ പരമാത്മാവായ അങ്ങയുടെ ഐശ്വരം രൂപം. ഐശ്വരം രൂപം എന്ന് പറഞ്ഞാൽ ആ ജഗത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള അങ്ങയുടെ രൂപം. ദൃഷ്ടും ഇച്ഛാമി, എനിക്ക് നേരിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. അങ്ങയുടെ ആ രൂപം, ഈ ജഗത്തിനെ മുഴുവൻ അങ്ങ് നിയന്ത്രിച്ചു നിർത്തുന്നുണ്ടല്ലോ, അതിന്റെ ആ ഒരു രൂപം, അങ്ങനെ അങ്ങ് അങ്ങയുടെ ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആ ഒരു രൂപം, ദൃഷ്ടം ഇച്ഛാമി, അത് നേരിട്ട് കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാണ്. അതിനു മുമ്പ്, അത് പറയുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞ എന്താ, ഭഗവാനെ അങ്ങ് തന്നെ കുറിച്ച് എന്ത് പറഞ്ഞോ അത് അങ്ങനെ തന്നെ ഞാൻ അംഗീകരിക്കുന്നു എന്നാണ്. എനിക്ക് ഒരു സംശയവും ഇല്ല പറയാം. അപ്പൊ ഈ ജഗത്തിന് ഉള്ളിലും പുറത്തും പൊതിഞ്ഞു നിൽക്കുന്ന ഭഗവാനെ, പരമാത്മാവായ അങ്ങയുടെ ആ ഒരു രൂപമുണ്ടല്ലോ, ഈ ജഗത്തിനെ മുഴുവൻ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന, നിയന്ത്രിച്ച് നിർത്തിക്കുന്ന ആ ഒരു രൂപം, അത് നേരിട്ട് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയും. തേ രൂപം ഐശ്വരം എന്ന് പറഞ്ഞാൽ പരമാത്മാവിന്റെ ഈശ്വര രൂപം കാണാനാണ് അർജുനന് ആഗ്രഹം. മനസ്സിലായോ? പരമാത്മാവ് ഈശ്വരനായിട്ട് വർത്തിക്കുന്ന രൂപം, അതാണ് അർജുനന് കാണേണ്ടത്. അതാണ് ഐശ്വര്യ രൂപം എന്ന് പറയുന്നത്. ഇപ്പോ പരമാത്മാവിന് 4 രൂപങ്ങളുണ്ട്. അപ്പൊ ഈശ്വര രൂപം കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പരമാത്മാവിന് എന്തൊക്കെ രൂപങ്ങളുണ്ട് എന്ന് സംശയം വരാം അല്ലെ? അപ്പൊ എന്തൊക്കെ രൂപങ്ങളാണ്? 4 രൂപങ്ങളാണ് പരമാത്മാവിനുള്ളത്. ഒന്ന് പ്യുവർ കോൺഷ്യസ്, ശുദ്ധ ചിത്ത് എന്ന് പറയും. പ്യുവർ കോൺഷ്യസ്, ശുദ്ധ ചിത്ത് രൂപം, അങ്ങനെ രൂപമുണ്ട്. പിന്നെ അന്തര്യാമിയായിട്ട്, എല്ലാറ്റിന്റെയും ഉള്ളിൽ നിലനിൽക്കുന്ന ചൈതന്യമായിട്ട്. ദെൻ ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന ഒരു രൂപമുണ്ട് ഭഗവാന്. അടുത്തതാണ് വിരാട് പുരുഷൻ. വിരാട് പുരുഷൻ. ഇങ്ങനെ 4 രൂപങ്ങളുണ്ട് പരമാത്മാവിന് എന്ന് പറയും. അപ്പൊ എന്താണ് ഈ ശുദ്ധ ചിത്ത് എന്ന് പറഞ്ഞാൽ? ശുദ്ധ ചിത്ത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്യുവർ കോൺഷ്യസ്നെസ്. അതിനകത്ത് ഒന്നുമില്ല, ഒരു മാലിന്യങ്ങളും ഇല്ല, പ്രപഞ്ചത്തിന്റെ നിഴൽ പോലും ഇല്ല എന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെതായ ഒരു സങ്കല്പങ്ങളോ നിഴലോ ഒന്നുമില്ലാത്ത ശുദ്ധ ബോധസ്വരൂപമാണ് ശുദ്ധ ചിത്ത് എന്ന് പറയുന്നത്. അത് പരമാത്മാവിന്റെ ഒരു രൂപമാണ്. പിന്നെ രണ്ടാമത്തത് അന്തര്യാമിയായിട്ട് എന്ന് പറഞ്ഞു. അന്തര്യാമി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് വേണ്ടി മായയുടെ
ഒരു കവറിങ്, ഒരു എന്താ പറയാ, ഒരു ആവരണം അണിഞ്ഞിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ മായ സ്പന്ദിച്ചു തുടങ്ങുന്ന അവസ്ഥ. അതാണ് അന്തര്യാമി സ്വരൂപമാണത് എന്നാണ് പറയുന്നത്. അത് ശുദ്ധമല്ല, അവിടെ മായ പ്രവർത്തിച്ചു തുടങ്ങി. അതാണ് അന്തര്യാമി സ്വരൂപം. പിന്നെ അടുത്തത് ഈ അന്തര്യാമി സ്വരൂപം, അതിലെ പ്രാണൻ, സൂക്ഷ്മമായ സങ്കല്പങ്ങള്, ഇതൊക്കെ രൂപം കൊള്ളും. ഇതൊക്കെ രൂപം കൊള്ളുന്നതോടുകൂടി ആ അന്തര്യാമി തന്നെ ഹിരണ്യഗർഭനായി മാറുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ആദ്യത്തത് ശുദ്ധചിത്ത്, അതിലൊരു സങ്കല്പങ്ങളോ ഒന്നുമില്ല, പ്രപഞ്ചത്തിന്റെ നിഴല് പോലും ഇല്ലാത്തത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ അന്തര്യാമി, മായ പ്രവർത്തിച്ചു തുടങ്ങുന്നു, അതാണ് അന്തര്യാമി. മായ പ്രവർത്തിച്ചു തുടങ്ങി, ഇനി അതിനകത്ത് സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവുന്നു, പ്രാണൻ ഉണ്ടാവുന്നു, സൂക്ഷ്മ സങ്കല്പങ്ങളൊക്കെ രൂപം കൊള്ളുന്നു. അത് ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന അവസ്ഥയാണ്, രൂപമാണ്. നാലാമത്തത് ഈ ഹിരണ്യഗർഭനിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആ സൂക്ഷ്മ തലത്തിലുള്ള സങ്കല്പങ്ങളൊക്കെ സ്ഥൂല ജഡദൃശ്യങ്ങളായി മാറും. അത് കട്ടികൂടും, എന്നിട്ട് പ്രപഞ്ച ദൃശ്യങ്ങളായി മാറി പ്രാണനില് കോർക്കപ്പെട്ട് എന്ന് പറഞ്ഞാൽ പ്രാണനിൽ കണക്ട് ചെയ്തുകൊണ്ട് ചലിക്കുന്ന പ്രപഞ്ചമായി പ്രത്യക്ഷപ്പെടുന്നതാണ് വിരാട് സ്വരൂപം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ രൂപത്തിൽ കാണുന്നത് ഭഗവാന്റെ വിരാട് രൂപമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതും ഭഗവാൻ തന്നെയാണ് എന്ന് പറയാണ്. അപ്പോ ഒരേ പ്രാണശക്തിയിലാണ് ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ മുഴുവൻ ഓർക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെ? അങ്ങനെ എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളും ഒരേ പ്രാണനില് കണക്ട് ചെയ്യപ്പെട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്ന ഘട്ടം, അതാണ് വിരാട് രൂപ ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അർജുനനെ കാണാൻ ആഗ്രഹം വന്നത് ഈ ഒരു വിരാട് രൂപമാണ് അർജുനന് കാണേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു യോഗിക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രത്യക്ഷ അനുഭവത്തിൽ എത്തിച്ചേരാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധനകളൊക്കെ വളരെ കൃത്യമായിട്ട്, സാധനാസമ്പന്നനായ ഒരു യോഗിയെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യം പ്രാണസാക്ഷാത്കാരം നേടും. അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ ഈ വിരാട് സ്വരൂപത്തിന്റെ ആ പ്രത്യക്ഷ അനുഭവത്തിൽ ആ യോഗിക്ക് എത്തിച്ചേരാൻ പറ്റും എന്ന് പറയാം. അതേപോലെ ശിഷ്യൻ വേണ്ടത്ര പാകത വന്നിട്ടുണ്ടെങ്കിൽ, ശിഷ്യന് വേണ്ടത്ര മെച്യൂരിറ്റി വന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒരു അനുഭവം, ഈ പ്രത്യക്ഷ അനുഭവം ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവിന് ആ പാകത വന്ന ശിഷ്യന് കുറച്ച് സമയത്തേക്ക് പകർന്നു കൊടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അല്ലെ? ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആരൊക്കെയാണ് പകർന്നു കൊടുത്തിരിക്കുന്നത്? ശ്രീരാമകൃഷ്ണദേവൻ സ്വാമി വിവേകാനന്ദനും ഒന്നിലധികം പ്രാവശ്യം ഈ അനുഭവം കൊടുത്തിട്ടുണ്ട്, പകർന്നു കൊടുത്തിട്ടുണ്ട് എന്നാണ്. അല്ലെ? നമ്മളെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം തന്റെ പാദം കൊണ്ടൊന്ന് സ്വാമി വിവേകാനന്ദനെ ഒന്ന് സ്പർശിച്ചോടുകൂടി അദ്ദേഹത്തിന് അത് കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ചെയ്തിട്ടുണ്ട്. അതേപോലെ അർജുനൻ ആഗ്രഹിക്കുന്നത് ഭഗവാനിൽ നിന്ന്, കൃഷ്ണനിൽ നിന്ന് ആ ഒരു അനുഭവം എനിക്ക് പകർന്നു കിട്ടണം. അതാണ് അർജുനന്റെ ആഗ്രഹം. അതാണ്. അപ്പോ കാരണം ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞ ഒരു സംഗതി ഉള്ളപ്പോഴാണ് ഈശ്വരത്വത്തിന് പ്രസക്തിയുള്ളൂ. കാരണം രക്ഷിക്കാനായിട്ട് പ്രപഞ്ചം എന്നൊരു സംഗതി ഉണ്ട്. ഈശ്വരന് ജോലി എന്താ? രക്ഷ ചെയ്യലാണ്, അല്ലെ? അപ്പോ പ്രപഞ്ചം ഉള്ളപ്പോഴാണ് ആ പരമാത്മാ ഈശ്വരനായിട്ട് നിൽക്കുള്ളൂ എന്നാണ് പറയുന്നത്. പ്രപഞ്ചമില്ലെങ്കിൽ പിന്നെ ഈശ്വരനാവേണ്ട ആവശ്യമില്ല. ഈശ്വരനാവുന്നത് ഇതിനെ നിലനിർത്താൻ, ഇതിനെ കൺട്രോൾ ചെയ്യാൻ, ഇതിനെ നിയന്ത്രിക്കാൻ. അതാണ് ആ രൂപം കാണണമെന്നാണ് അർജുനൻ പറഞ്ഞത്. അപ്പൊ ഐശ്വരം രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രൂപമാണ് വേണ്ടത്. അതാണ് ഉദ്ദേശിച്ചത്. പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭഗവാന്റെ രൂപമാണ് അർജുനനെ കാണുന്നത്. അപ്പൊ അത് തന്നെയാണ് വിരാട് രൂപാനുഭവം എന്ന് പറയുന്നത്. അപ്പോ ഇത് ആർക്കൊക്കെ സാധിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സ് നല്ലവണ്ണം ഫോക്കസ്ഡ് ആവുന്ന, മനസ്സ് നല്ലവണ്ണം ഏകാഗ്രമാവുന്ന ആർക്കും ഈ വിരാട് രൂപ ദർശനം സാധ്യമാവും എന്നാണ് പറയുന്നത്. അത് സാധ്യമാണ് എന്ന് പറയുന്നു. അപ്പോ തന്റെ ആഗ്രഹം പറഞ്ഞു അർജുനൻ, എനിക്ക് അങ്ങയുടെ വിരാട് രൂപമാണ് കാണേണ്ടത്, ആ അനുഭവമാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞു ഭഗവാനോട്. എന്നിട്ട് പറഞ്ഞു, ഞാൻ അതിന് യോഗ്യതയുള്ള ആളാണെങ്കിൽ, അർജുനൻ പറയണം, എനിക്ക് അതിന് ആ രൂപദർശനത്തിന്, ആ വിരാട് രൂപ ദർശനത്തിന് പാകത വന്നതായിട്ട് ഭഗവാൻ കരുതുന്നുണ്ടെങ്കിൽ എനിക്ക് അതൊന്ന് അനുഭവം തരണം എന്ന് അർജുനൻ അടുത്ത ശ്ലോകത്തിൽ പറയാണ്. 4-ാമത്തെ ശ്ലോകം ചൊല്ലി. മന്യസേ യദി തച്ഛക്യം
മയാ ദൃഷ്ടുമിതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം. നാലാമത്തെ ശ്ലോകം. മന്യസേ യദി തച്ഛക്യം മയാ ദ്രഷ്ടുമിതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനം അവ്യയം. ഹേ പ്രഭോ, അല്ലയോ ഭഗവാൻ. കൃഷ്ണനെ അർജുനൻ അഭിസംബോധന ചെയ്യണം. അല്ലയോ ഭഗവാൻ, മയാ എന്ന് പറഞ്ഞാൽ എന്നാൽ, തത് അങ്ങയുടെ ഈശ്വര രൂപം ദൃഷ്ടും ശക്യം അനുഭവ വിഷയമാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ എനിക്ക് അങ്ങയുടെ രൂപത്തെ അനുഭവിക്കാൻ കഴിയും എന്ന് പറയാണ്. യതി മന്യസ് എന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ, അതാണ് പറയുന്നത്, അങ്ങയുടെ ആ വിരാട് രൂപം എനിക്ക് അനുഭവിക്കാൻ കഴിയും എന്ന് അങ്ങക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ, യോഗേശ്വര എന്ന് പറഞ്ഞാൽ, യോഗേശ്വരൻ എന്ന് പറഞ്ഞാൽ തന്റെ യോഗബലം കൊണ്ട് ഏത് രൂപത്തിലും വരാൻ കഴിവുള്ള ഭഗവാനെ എന്ന്. അതാണ് യോഗേശ്വരൻ. യോഗേശ്വരൻ തന്റെ യോഗബലം കൊണ്ട് ഏത് രൂപത്തിലും അദ്ദേഹത്തിന് പ്രകടമാവാൻ സാധിക്കും. അങ്ങനെയുള്ള ആ കഴിവുള്ള ഭഗവാനെ, തദാത്വം അതുകൊണ്ട് അത് അവ്യയം ആത്മാനം, ഒരിക്കലും കുറവൊന്നും വരാത്ത ആ സ്വരൂപം മേ ദർശയ എനിക്ക് കാട്ടിത്തരൂ എന്ന് പറയാം. അങ്ങയുടെ വിരാട് സ്വരൂപം എനിക്കൊന്ന് കാണിച്ചു തരണം അല്ലയോ ഭഗവാൻ. എന്നാൽ അങ്ങയുടെ ഈശ്വര രൂപം അനുഭവിക്കാൻ കഴിയുന്നതാണ് എന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ, അങ്ങ് യോഗബലം കൊണ്ട് ഏത് രൂപവും അങ്ങേക്ക് പ്രകടമാക്കാൻ കഴിവുണ്ടല്ലോ, അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ, അതുകൊണ്ട് അങ്ങ് ഒരിക്കലും കുറവൊന്നും വരാത്ത ആ സ്വരൂപം എനിക്ക് കാട്ടിത്തരൂ എന്ന് പറയാണ് അർജുനൻ ഭഗവാനോട്. ദർശയാത്മാനം അവ്യയം. അപ്പൊ പ്രാണനെ സാക്ഷാത്കരിച്ചു കഴിയുമ്പോഴാണ് വിരാട് രൂപദർശനം ഉണ്ടാവുള്ളൂ. അപ്പൊ പ്രാണസാക്ഷാത്കാരത്തിലെ വിരാട് രൂപദർശനം എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള ദർശനം എന്ന് പറയുന്നത് അതിന്റെ കഴിവെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വസ്തു ഒന്നേ ഉള്ളൂ, സത്യം ഒന്നേ ഉള്ളൂ എന്ന് വ്യക്തമായ ആ തത്വബുദ്ധി ഉണ്ടാക്കാൻ കഴിവുള്ള ഒന്നാണ് ഈ ദർശനം എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അർജുനൻ അവ്യയമായ സ്വരൂപം കാട്ടിത്തരൂ എന്ന് പറയുന്നത്. അവ്യം എന്ന് പറഞ്ഞാൽ കുറവൊന്നുമില്ലാത്ത ആള്. ഇത് കാട്ടിത്തരൂ എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ കൃഷ്ണന് എന്ന് പറഞ്ഞാൽ, കൃഷ്ണൻ പരമാത്മസ്വരൂപിയാണ് കൃഷ്ണൻ യഥാർത്ഥത്തിൽ. അപ്പൊ തന്റെ ശുദ്ധമായ മായയോട് ചേർന്നിരിക്കുന്ന ഏത് രൂപം പ്രകടമാക്കാൻ കൃഷ്ണന് സാധിക്കും എന്ന് പറയാം. അപ്പൊ അതാണ് യോഗേശ്വരൻ എന്ന് പറയാനുള്ള കാരണം അതാണ് എന്ന് പറയും. പ്രഭു എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഭക്തനും അവിടുത്തെ ദാസനുമാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ആവുമ്പോ അവിടുത്തെ ദാസനാവുമ്പോ എന്താണ്, എന്റെ യോഗ്യതയും അയോഗ്യതയെല്ലാം അവിടുന്ന് തന്നെ തീരുമാനിച്ചാൽ മതി എന്നാണ് അർത്ഥം. ഞാനൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ യോഗ്യനാണ്, ഞാൻ പാകത വന്ന ആളാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കാണിച്ചു തരുമെന്ന് പറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് അവിടുന്ന് തീരുമാനിക്കും എന്ത് വേണം. ഞാൻ യോഗ്യനാണ്, ഈ ദർശനത്തിന് ഞാൻ യോഗ്യനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഭഗവാൻ കനിഞ്ഞരുളനം എന്ന് എനിക്ക് കാണിച്ചു തരണം. അതേ അച്ഛന് ആഗ്രഹമുള്ള നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. എനിക്ക് യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് എനിക്ക് ആ രൂപം ഒന്ന് കാണിച്ചു തരും. അപ്പൊ എന്തായാലും അർജുനന്റെ മനസ്സിൽ ഇപ്പോ ഭഗവാനോടുള്ള ഭക്തിയും വിശ്വാസവും ഒക്കെ ഉറച്ചിരിക്കുന്നു എന്നാണ് അല്ലെ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്യുന്ന ഭഗവാനുള്ള വിശ്വാസം അങ്ങേയറ്റം വർദ്ധിച്ചു എന്ന് പറയാം. അപ്പൊ അർജുനന്റെ ഈ ഒരു അപേക്ഷ ഭഗവാൻ അംഗീകരിക്കണം. എന്നിട്ട് അടുത്ത 3 പദ്യങ്ങളിൽ ഭഗവാൻ പറയാൻ പോകുന്നത് വിരാട് രൂപ ദർശനം എങ്ങനെയുള്ളതായിരിക്കും എന്നതിനെ കുറിച്ചൊരു ഏകദേശ വിവരണം കൊടുക്കുകയാണ്. ആദ്യം പെട്ടെന്ന് അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുകയല്ല, ആദ്യം പറയുന്നുണ്ട് എന്റെ വിരാട് രൂപ ദർശനം എങ്ങനെയുള്ളതാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം ആദ്യം ഭഗവാൻ ചെയ്യുന്നത്. കാരണം എന്തിനാ അത് ആദ്യം പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിരാട് രൂപ ദർശനം പെട്ടെന്ന് എങ്ങനെയുണ്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അർജുനൻ ചിലപ്പോൾ പരിഭ്രമിച്ചു പോകും, അർജുന ഭയമുണ്ടായി എന്ന് വരാം. അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ ഒരു സൂചന കൊടുക്കുകയാണ്, എന്റെ രൂപം എങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും കിട്ടോ എന്നിങ്ങനെ ഒരു സൂചന കൊടുക്കുക. അപ്പൊ അർജുനൻ തയ്യാറായിരിക്കാം അത് കാണാനായിട്ട്. അപ്പൊ ആ പെട്ടെന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന പരിഭ്രമത്തിന് അതിനൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതിനെക്കുറിച്ച് തന്റെ സ്വരൂപത്തെ കുറിച്ച് ആദ്യം ഒന്ന് വിവരിക്കുന്നത് എന്നാണ് പറയുന്നത്. വിരാട് രൂപ ദർശനം പറഞ്ഞാൽ ഒരു വസ്തുവില്, ഒന്ന് മാത്രമായിരിക്കുന്ന വസ്തുവില് പലതരത്തിലുള്ള രൂപങ്ങൾ കാണല്, അതാണ് വിരാട് രൂപ ദർശനം. അപ്പൊ ഭഗവാൻ അത് വിവരിക്കുകയാണ്. അടുത്ത ശ്ലോകം മുതൽ ഭഗവാൻ അത് വിവരിക്കുകയാണ്.
അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. ശ്രീ ഭഗവാൻ ഉവാച. ശ്രീഭഗവാനുവാച പശ്യ മേ പാർത്ഥ രൂപാണി ശതശോധസഹസ്രശ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. അർജുനന് ആദ്യം കൊടുക്കുന്ന ഒരു സൂചന ഇതാണ്. ശ്രീ ഭഗവാൻ ഉവാച പശ്യമേ പാർത്ഥ രൂപാണി ശതശോധ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. പാർത്ഥ, അല്ലയോ അർജുന, നാനാവിധാനി എന്ന് പറഞ്ഞാൽ അനേക തരത്തിലുള്ള ഗുണഭാവങ്ങളോട് കൂടിയതും, പിന്നെയോ നാനാ വർണ്ണാകൃതീനി ച, പലതരം നിറങ്ങളോടും ആകൃതികളോടും കൂടിയവയും, പിന്നെയോ ദിവ്യാനി പറഞ്ഞാൽ ദിവ്യങ്ങളുമായ മേ രൂപാണി എന്റെ രൂപങ്ങള്, ശതശഃ എന്ന് പറഞ്ഞാൽ 100 കണക്കിനും, അഥ സഹസ്രശ തുടർന്ന് 1000 കണക്കിനും രൂപങ്ങൾ പശ്യ കണ്ടാലും എന്ന് പറയാണ്. അല്ലയോ അർജുന, അനേക തരത്തിലുള്ള ഗുണഭാവങ്ങളോട് കൂടിയതും അതേപോലെ പലതരം നിറങ്ങളോടും ആകൃതിയോടും കൂടിയവയും ദിവ്യങ്ങളുമായ എന്റെ രൂപങ്ങള് 100 കണക്കിനും അതിനെ തുടർന്ന് 1000 കണക്കിനുമുള്ള എന്റെ രൂപങ്ങൾ കണ്ടാലും എന്ന് അർജുനോട് ആദ്യം പറയുന്നു. ശതശോധ സഹസ്രശാന. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന വിശ്വം എന്ന് പറയുന്നത് അനേകം ബ്രഹ്മാണ്ടങ്ങൾ ഇതിൽ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു സൂര്യനും സൗരയൂഥവും മാത്രമല്ല ഉള്ളത്, അങ്ങനെ അനേകമുണ്ട് എന്ന് പറയും. അതാണ് ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത്. അപ്പൊ ഈ വിശ്വം എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് ബ്രഹ്മാണ്ടങ്ങളുടെ ഒരു താളലയ സമന്വിതമാണ് അങ്ങനെ ഒരു സംവിധാനമാണ് ഈ വിശ്വം. അനേകം ബ്രഹ്മാണ്ടങ്ങൾ ഒരു താളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എന്നാണ് പറയുന്നത്. അതാണ് വിശ്വം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിശ്വത്തിന്റെ സത്യം എന്താണ്, അങ്ങനെ ഒരു ദർശനമാണ് അർജുനന് കാണിച്ചു കൊടുക്കാൻ പുറപ്പെടുന്നത് ഭഗവാൻ. അപ്പൊ എന്താ ഈ നാനാവിധത്വം എന്ന് പറയുന്ന പല വിധങ്ങളില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ഘടകങ്ങളിലെ ആന്തരികമായിട്ടുള്ള ഗുണങ്ങളുടെ വ്യത്യാസം, അതാണ് നാനാവിധത്വം എന്ന് പറയുന്നത്. പുറമേയുള്ള വ്യത്യാസം, ആന്തരികമായിട്ടുള്ള ഭേദങ്ങൾ, ഡിഫറൻസ്, അതാണ് നേരത്തെ പറഞ്ഞ നാനാവിധത്വം. ഇനി നാനാ വർണ്ണാകൃതിത്വം എന്ന് പറയുന്നത് പുറമേക്കുള്ള വ്യത്യാസങ്ങള്, ബാഹ്യഭേദങ്ങൾ. അപ്പോ ആ പ്രാണനാകുന്ന ആ ഒരു ചിത്രം അല്ലെ, അതിന്റെ ആ ചിത്രത്തിന്റെ ചുരുള് നിവരുന്നതോടെ ആദ്യം എന്താ ഉണ്ടാവുക, 100 കണക്കിന് രൂപങ്ങളാണ് പ്രത്യക്ഷപ്പെടുക. പിന്നെ അത് ചുരുള് നിവരും തോറും 1000 കണക്കിന് രൂപങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ രൂപങ്ങൾ ഉണ്ടാവുന്നതിന്റെ സ്പീഡ് കുറവായിരിക്കുന്നത്, പതുക്കെ ഉണ്ടാവുക. പിന്നെയോ രൂപങ്ങൾ ഇങ്ങനെ പൊന്തി മറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതാണ് വിരാട് രൂപദർശനം. അപ്പൊ ഇത് എന്താണ്, കുണ്ടലിനി വികസിച്ചിട്ടുള്ളവർക്ക്, കുണ്ടലിനി പ്രാണൻ അല്ലെ, അത് ഉണർന്നിട്ടുള്ള ആളുകൾക്ക് ഇത് വ്യക്തമായിട്ട് ധരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ. അപ്പൊ വിശ്വരൂപ ദർശനത്തില് കുറേ സൂര്യന്മാർ എന്ന് പറഞ്ഞാൽ സൗരയൂഥ കേന്ദ്രങ്ങളായ അനേകം ആദിത്യന്മാരുണ്ടാവാം. അതുപോലെ പരലോകത്ത് ജീവിക്കുന്നതായിട്ട് കരുതുന്ന അനവധി ദേവരൂപങ്ങൾ, ഇതൊക്കെ കാണാൻ സാധിക്കുമെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഇവരൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടാവുന്ന ഒരു സൂചന കൊടുക്കണം അടുത്ത ശ്ലോകത്തിൽ. 6ാമത്തെ ശ്ലോകം ചൊല്ലുക. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തുതാ ബഹൂന്യദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. അടുത്ത ശ്ലോകത്തില് പറയുന്നു എന്താണ്, പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തഥാ ബഹൂന്യ ദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. അല്ലയോ അർജുന, അർജുനോട് പറയണം, ആദിത്യാൻ പറഞ്ഞാൽ അനേകം ആദിത്യന്മാരെയും, പിന്നെയോ വസൂൻ അതുപോലെ വസുക്കളെയും, രുദ്രന്മാരെയും, അശ്വിനി ദേവന്മാരെയും, മരുതഹ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ മിത്രങ്ങളായ മരുത്തുക്കളെയും,
പശ്യ നീ കണ്ടാലും എന്ന് പറയാം. അതേപോലെ അദൃഷ്ടപൂർവാണി മുൻപൊരിക്കലും ഇതുവരെയും നീ കണ്ടിട്ടില്ലാത്ത ബഹൂനി നിരവധി ആശ്ചര്യാണി എന്ന് പറഞ്ഞാൽ അത്ഭുത രൂപങ്ങളും പ്രവർത്തനങ്ങളും പശ്യ എന്റെ വിശ്വരൂപത്തിൽ ദർശിക്കൂ എന്ന് പറയാം. അപ്പൊ അർജുനൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇനി കാണാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു സൂചന കൊടുക്കേണ്ടത് അർജുനനോട് പറയാണ്. അല്ലയോ അർജുന, അനേകം ആദിത്യന്മാരെയും വസുക്കളെയും രുദ്രന്മാരെയും അശ്വിനി ദേവന്മാരെയും അതുപോലെ ദേവമിത്രങ്ങളായ മരുത്തുക്കളെയും നീ കാണൂ. അതേപോലെ തന്നെ ഇതുവരെയും മുമ്പൊരിക്കലും നീ കണ്ടിട്ടില്ലാത്ത നിരവധി അത്ഭുത രൂപങ്ങള്, അതുപോലെ അത്ഭുതകരമായ പ്രവർത്തനങ്ങള്, ഇതൊക്കെ എന്റെ രൂപത്തിൽ നീ ദർശിക്കൂ എന്ന് പറയുകയാണ്. പശ്യ ആശ്ചര്യാണി ഭാരത. ഇപ്പോ ആദിത്യനെ കുറിച്ചുള്ള ആദിത്യ ദേവ അങ്ങനെയുള്ളവരെ കുറിച്ചൊക്കെ 10ാമത്തെ അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വിഭൂതികളോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ചൊക്കെ, ആ ദേവന്മാരെയൊക്കെ പറഞ്ഞിട്ടുണ്ട് വിഭൂതികളെ കുറിച്ച്. അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്ന് സാധാരണ സംശയം ഉണ്ടാവാം. അപ്പൊ ആ സംശയത്തിനുള്ളൊരു മറുപടി കൂടിയാണ് ഈ വിശ്വരൂപ ദർശനം എന്ന് പറയുന്ന അധ്യായം. അപ്പോ പ്രാണസാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ട് ആ വിശ്വരൂപ ദർശനത്തില് എല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും അതേപോലെ ദേവീ രൂപങ്ങളെയും കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു യോഗിക്ക് നേരിട്ട് കണ്ടറിയാൻ സാധിക്കും എന്നാണ് അവർ കാണണമെന്നുണ്ടെങ്കിൽ. ഇപ്പോ ഈ അനുഭവമുള്ള പല വിധത്തിലും ഇങ്ങനെയുള്ള സമാധി അനുഭവമുള്ള യോഗിമാരുടെ ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ കണ്ണുകൾ കൊണ്ട് ഒരിക്കലും കാണാൻ പറ്റാത്ത, നമ്മളുടെ ഒന്നും കണ്ണുകൾ കൊണ്ട് ഒരിക്കലും കാണാൻ പറ്റാത്ത അത്രയും അത്ഭുതകരമായ കാഴ്ചകള്, അതുപോലെ കർമ്മചലനങ്ങള്, ഇതൊക്കെയാണ് വിശ്വരൂപ ദർശനം കൊണ്ട് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊരു സങ്കല്പമല്ല, അല്ലെങ്കിൽ കവിയുടെ ഭാവനയല്ല എന്ന് പറയുന്നുണ്ട്. ഇത് വെറുതെ ഭാവനയിൽ പറയുന്നതല്ല, പിന്നെന്താണ്, ശരിക്കുമുള്ള അനുഭവമാണ് എന്നാണ്. ഇത് വെറുതെ സങ്കല്പിച്ച് കവിഭാവനയല്ല, തികഞ്ഞ അനുഭവമാണ്. ഇതൊരിക്കലും മറക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അനുഭവമാണ്. കാരണം അനുഭവിച്ച് തെളിഞ്ഞ കാര്യങ്ങളാണ് വേദാന്ത ശാസ്ത്രം പറയാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു അനുഭവമാണ്, അല്ലാതെ വെറും ഒരു സങ്കല്പമല്ല, തോന്നലല്ല എന്ന് പറയാം. ഇപ്പൊ കാലം, ദേശം, ഇതിന്റെ അകൽച്ച കൊണ്ട് പലപ്പോഴും ദൂരത്തുള്ള വളരെ വിദൂരങ്ങളായ അത്ഭുതകരമായ ദൃശ്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ ദൃഷ്ടിയിൽ വരും, എന്നിട്ട് ഇത് മറിഞ്ഞു പോകും. അങ്ങനെ ഉണ്ടാവാറുണ്ട് അല്ലെ? പലപ്പോഴും കാലത്തിന്റെ ദൈർഘ്യം കൊണ്ട് അല്ലെങ്കിൽ ദേശത്തിന്റെ ദൈർഘ്യം കൊണ്ട് ദൂരത്തുള്ള അത്ഭുതകരമായ പല ദൃശ്യങ്ങൾ പെട്ടെന്ന് നമ്മളെ ദൃഷ്ടിയിൽ പെട്ടെന്ന് അപ്രത്യക്ഷമാവാറുണ്ട്. അതിന്റെ രഹസ്യമാണ് ഭഗവാൻ 7ാമത്തെ ശ്ലോകത്തിൽ പറയാൻ. അതും കൂടി നോക്കാം നമ്മൾ. 7ാമത്തെ ശ്ലോകം കൂടെ ചൊല്ലാം. ഇഹൈകസ്ഥം ജഗത് കൃഷ്ണം പശ്യാതി സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യത് ദൃഷ്ടുമിച്ഛസി. ഭഗവാൻ അടുത്തൊരു സൂചന കൂടി കൊടുക്കണം. എന്താണ്? ഇഹൈകസ്ഥം ജഗത് കൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യത് ദൃഷ്ടുമിച്ഛസി. ഗുഡാകേശ, അല്ലയോ അർജുന, സചരാചരം എന്ന് പറഞ്ഞാൽ ചരാചര രൂപത്തിലുള്ള കൃഷ്ണം ജഗത് എന്ന് പറഞ്ഞാൽ മുഴുവൻ പ്രപഞ്ചവും, ഈ പ്രപഞ്ചം മുഴുവനും, ചരാചര രൂപത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും, അന്യദ്യച്ഛ വേറെയും എന്തൊക്കെയാണോ നീ കാണാൻ കൊതിക്കുന്നത്, ദൃഷ്ടുമിച്ഛസി വേറെന്തൊക്കെ കാഴ്ചകളാണ് നീ കാണാൻ കൊതിക്കുന്നത്, അതൊക്കെ ഇഹ മമ ദേഹേ ഇവിടെ നീ ദർശിക്കാൻ പോകുന്ന എന്റെ സ്വരൂപത്തില് ഇപ്പോൾ ഏകസ്ഥം ഒരിടത്ത് പൊന്തി മറയുന്നതായിട്ട് പശ്യ കണ്ടാലും എന്ന് പറയുന്ന അർജുനോട്. അല്ലയോ അർജുന, ഈ പ്രപഞ്ചം മുഴുവൻ എന്ന് പറഞ്ഞാൽ ചരാചര രൂപത്തിലുള്ള ഈ മുഴുവൻ പ്രപഞ്ചവും വേറെ എന്തൊക്കെയാണോ നീ കാണാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇനി നീ കാണാൻ പോകുന്ന എന്റെ സ്വരൂപത്തില് ഒരു ഭാഗത്തായിട്ട് അതെല്ലാ കാഴ്ചകളും മുഴുവൻ പൊന്തി മറയുന്നതായിട്ട് നിനക്ക് കാണാൻ സാധിക്കും. അത് നീ കാണുമോ എന്ന് പറയാം. ഇഹൈകസ്ഥം ജഗത് കൃഷ്ണം. അപ്പോ ഈ ജഗത്ത് മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ ഒരിടത്ത് ഉയർന്ന് അപ്രത്യക്ഷമാവുന്ന കണ്ടോളൂ എന്നാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്.
അപ്പൊ നേരത്തെ സൂചിപ്പിച്ചത് എന്താ? ആ ബോധത്തിൽ, ആ ബ്രഹ്മത്തിലാണ് ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ ഉണ്ടായി മറയുന്നത്. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ആ പരബ്രഹ്മമാണ്, ആ പരമാത്മാവാണ് ഞാന്. അപ്പൊ ഇവിടെ അർജുനൻ നേരിട്ട് അത് കാണിച്ചു കൊടുക്കുകയാണ്. തന്റെ ആ രൂപത്തില് ഇതെല്ലാം ഉണ്ടായി മറയുന്നത് അർജുനന് കാണിച്ചു കൊടുക്കുക. അപ്പോ പ്രപഞ്ച ഘടകങ്ങൾ ഓരോന്നും ഉണ്ടാവുന്നു, അത് അപ്രത്യക്ഷമാകുന്നു. ഇത് അകലം തോന്നിക്കുന്നത് രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് കാലവും ദേശവുമാണ്, അല്ലെ? അതിനെ വേറെ വേറെ സമയത്ത് അല്ലെങ്കിൽ വേറെ വേറെ കാലത്ത് കാണിപ്പിക്കുന്നത്. അപ്പൊ ഈ രണ്ട് വസ്തുക്കള് എന്ന് പറഞ്ഞാൽ അതും സങ്കല്പം മാത്രമാണ്. കാലവും ദേശവും അതുപോലും സങ്കല്പം മാത്രമാണ്. അത് ആധുനിക ശാസ്ത്രവും അത് പറയുന്നത്. കാരണം ഈ കാലത്തിലും ദേശത്തിലും ഒന്ന് ചുരുങ്ങി കഴിഞ്ഞാൽ മറ്റതും ചുരുങ്ങും. കാലം ചുരുങ്ങിയാൽ ദേശം ചുരുങ്ങും, ദേശം ചുരുങ്ങിയാൽ കാലം ചുരുങ്ങും. ഒന്ന് വികസിച്ചു കഴിഞ്ഞാൽ മറ്റതും വികസിക്കും. അപ്പൊ അതും യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ് കാലദേശങ്ങൾ. അപ്പൊ ഈ കാലദേശ സങ്കല്പങ്ങൾ വികസിക്കുമ്പോഴാണ് പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്നത്. പ്രപഞ്ചം അനുഭവിക്കുന്നത് കൊണ്ടാണ്. ആ കാലദേശ സങ്കല്പങ്ങൾ ചുരുങ്ങിക്കഴിഞ്ഞാലോ പിന്നെ സത്യം കാണാൻ പറ്റും, സത്യാനുഭവം ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ സങ്കല്പം, കാലദേശത്തിന്റെ സങ്കല്പം വികസിക്കും തോറും പ്രപഞ്ചാനുഭവം ഉണ്ടാവും. ആ സങ്കല്പം കുറയും തോറും സത്യാനുഭവം വർദ്ധിച്ചു വരും. അതാണ്. അപ്പോ കാലദേശങ്ങളുടെ ആ സങ്കല്പം അത് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനുഭവ മണ്ഡലത്തില് ആ കാലദേശങ്ങൾ ഇല്ലാതെയാവും എന്നാണ് പറയുന്നത്. അങ്ങനെ കാലദേശങ്ങൾ ചുരുങ്ങി പൂർണ്ണമായി അപ്രത്യക്ഷമാകുന്ന അവസ്ഥയാണ് പൂർണ്ണമായിട്ടുള്ള സത്യാനുഭവം. പൂർണ്ണമായിട്ടുള്ള സത്യാനുഭവത്തിൽ കാലമില്ല, ദേശമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാണ് എന്നാണ്. അതാണ് ശുദ്ധ ബോധാനുഭവമായ ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത്. അതാണ് അവിടെ ആ ബ്രഹ്മനിഷ്ഠ, ആ അനുഭവം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയും. പക്ഷെ അർജുനൻ കാണാൻ പോകുന്ന ഈ പൂർണ്ണമായിട്ടുള്ള സത്യസ്ഥിതി അല്ല. മനസ്സിലാവുന്നുണ്ടോ? അത് പൂർണ്ണമായിട്ടുള്ള സത്യസ്ഥിതി ഇപ്പൊ പറഞ്ഞത്. പക്ഷെ അർജുനൻ കാണാൻ പോകുന്ന അതല്ല. പിന്നെന്താണ്? ശുദ്ധബോധത്തിൽ ഉണ്ടാവുന്ന പ്രാണപ്രസരവും അതിൽ ഉണ്ടായി പറയുന്ന പ്രപഞ്ച ദൃശ്യങ്ങളാണ് അർജുനൻ കാണാൻ പോകുന്നത് ഭഗവാനിൽ. അപ്പൊ ഇവിടെ ഈ അർജുനൻ കാണുന്ന ഈ ദൃശ്യത്തിൽ കാലവും ദേശവും ഒന്നും പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്നില്ല. മനസ്സിലായോ? രണ്ടും ചുരുങ്ങി ഒരിടത്ത് വരുന്നുണ്ട്. എന്നിട്ട് എന്താണ്? ഒരിടത്ത് വന്ന് അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന തന്റെ അഹങ്കാരം, അതിന് ഈ പ്രപഞ്ച ഘടകങ്ങളെല്ലാം തന്നില് ഉണ്ടായി മറയുന്നു എന്ന് അനുഭവിക്കാൻ കഴിയും. ആ കാര്യമാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത്. അപ്പോ ആർക്കാണ് ഇത് സാധിക്കാൻ ചോദിച്ചാൽ, ഈ സമാധി അവസ്ഥയിൽ ആർക്കാണ് ഈ താതാത്മ്യഭാവം വരിക ചോദിച്ചു കഴിഞ്ഞാൽ പാകത വന്ന ആൾക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ എന്നാണ്. അപ്പൊ അർജുനൻ ഇവിടെ താൻ സ്വയം മാറി നിന്ന് പ്രാണസ്വരൂപമായ ഭഗവാനെ കാണുകയാണ് എന്ന് പറയും. അത് സ്വയം അർജുനന്റെ കഴിവുകൊണ്ട് നേടുന്ന അനുഭവമല്ല, പിന്നെയോ ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് കുറച്ചു നേരത്തെ കിട്ടുന്ന അനുഭവമാണ് എന്നുള്ളത്. അപ്പൊ എന്തായാലും തന്റെ ആ ഒരു പ്രാണസ്വരൂപം കാണാൻ കഴിഞ്ഞാൽ അവിടെ കാലദേശങ്ങളൊക്കെ ചുരുങ്ങും. പ്രപഞ്ചം മുഴുവനും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഉണ്ടായി മറഞ്ഞു പോകുന്നത് കാണാൻ പറ്റും എന്ന് ഭഗവാൻ പറയുക. അപ്പൊ ജഡദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പ്രാണനിൽ സങ്കല്പം കൊണ്ട് ഉണ്ടായി മറയുന്നതാണ് ജഡദൃശ്യങ്ങൾ മുഴുവൻ. ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം മുഴുവൻ അങ്ങനെയാണ്. അതുകൊണ്ട് ഭഗവാൻ സൂചിപ്പിച്ചത് എന്താണ്? അർജുനൻ എന്ത് സങ്കല്പിച്ചാലും തന്റെ രൂപത്തിൽ അത് കാണാൻ പറ്റും എന്നാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. അപ്പൊ എന്തായാലും തുടർന്ന് ഭഗവാൻ പറയുന്നത് ഇതാണ്: അർജുനന് സ്വയമേവ വിശ്വരൂപം കാണാനുള്ള പാകത വന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? കാണിച്ചു തരില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ നിനക്ക് ദിവ്യദൃഷ്ടി നൽകി അനുഗ്രഹിക്കാം എന്ന് പറയാം. എന്റെ വിശ്വരൂപം കാണാനായിട്ട് ദിവ്യങ്ങളായ ദൃഷ്ടി നിനക്ക് ആവശ്യമുണ്ട്, കണ്ണുകൾ നിനക്ക് ആവശ്യമുണ്ട്. ആ ദിവ്യമായ കണ്ണുകൾ ഞാൻ നിനക്ക് നൽകി അനുഗ്രഹിക്കാമെന്ന് തുടർന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അത് നമുക്ക് നാളെ നോക്കാം. ദിവ്യമായ കണ്ണുകളിലൂടെ അർജുനൻ എങ്ങനെയാണ് ഇനി ഭഗവാന്റെ വിരാട് രൂപം കാണുന്നത്, അത് നമുക്ക് നാളെ നോക്കാം. ഓക്കെ, കണ്ണുകൾ അടച്ചു വെക്കൂ. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു, നട്ടെല്ല് നിവർന്നിരിക്കുന്നു. കൈകൾ മടിമേൽ മലർത്തിരിക്കാം. ദീർഘമായി ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്കിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ.
മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ. ഉള്ളിൽ അനുഭവപ്പെടുന്ന ശാന്തത, നിശ്ചലത, അതിൽ വിശ്രമിക്കും. ഓം സം സമിത്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിധ്യസേ സനോ വസൂന്യാഭരാ സംഘച്ഛധ്വം സംവദധ്വം സംവോ മനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതിഃ സമാനീ സമാനം മനഃ സഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഗൂദിഃ സമാനാ ഹൃദയാനി വഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമഃ പൃഥവ്യേ നമഃ ഓഷധീഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായി ശ്വാസമെടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.